ഹലോ ഗൈസ്, എൻ്റെ ഹാർഡ് കോർ സർവൈവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 100 ദിവസമെങ്കിലും എത്തിക്കുക എന്നാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടി, നമുക്ക് എപ്പോഴേലും അതിനെ ട്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വില്ലേജിലെത്തി. ഇവിടെ എന്തൊക്കെയാണ് അടിച്ചു മാറ്റാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു ഹേ, ഇതെവിടെ ഒരു ഹേ, അവിടെ ഒരു ഹേ. എന്താ ഹേൻ്റെ നാടും. ഇതാണ് ഹേ വില്ലേജ് അഥവാ ഹേ ഗ്രാമം. പിന്നെ ഈ ബെല്ലൊന്ന് ഞാൻ എടുക്കുവാണേ, പിന്നെ എപ്പോഴേലും തിരിച്ചു തരാം. തൽക്കാലം ഇത് വിട്ടിരിക്കാം. പിന്നെ ഞാനങ്ങനെ ഷെയ്ഡിട്ട് കളിക്കാറില്ല. ഞാനിത് ആദ്യമായിട്ട് തന്നെ ഷെയ്ഡിട്ട് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ട് ഈ ഷെയ്ഡിനെ പറ്റിയെങ്കിൽ കമൻറ്റ്. പിന്നെ ഇവിടുത്തുകാർക്കൊന്നും നമ്മളോട് അത്ര റെസ്പെക്റ്റ് ഇല്ല. നമ്മൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ ഇവിടുത്തെ ബിഗ് ബോസിനെ തന്നെ നമുക്ക് തട്ടണം. എനിക്കൊരു സംശയം, ഈ ആനിമൽ ഇല്ലാണ്ട് ഈ സാധനം എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചേക്കണേന്ന്. വെറുതെ സ്ഥലം കളയാനായിട്ട്. നമുക്കിത് പൊളിച്ചു മാറ്റാം. വെറുതെ അല്ല, ഫെൻസ് ഇവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ ആനിമൽസ് ഒന്നും വരാത്തത്. ഇപ്പോൾ അത് പോയപ്പോൾ കണ്ടോ, 2 ഷീപ്പ് വന്ന് നിൽക്കുന്നു. പിന്നെ ഞാൻ ഓരോ വില്ലേജേഴ്സിന് ഉന്തിത്തള്ളി കുഴിയിലിട്ടു. അവരൊക്കെ മൂടി വെക്കുക, അല്ലെങ്കിൽ സോംബീസ് വന്ന് അവരുടെ തല കടിച്ചു പോയി. അതുപോലെ അവിടെ വീഴാത്ത രക്ഷപ്പെട്ടു പോയവന്മാരെ നമുക്ക് ബോട്ടിൽ കയറ്റി ഒരു ചെറിയ അയൺഫാം ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ലൂട്ട് ചെയ്യാം. ഇവിടെ തന്നെ ഉള്ളേ മാപ്പ് കൊള്ളാം. നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് മാപ്പ് ചെയ്ത് നോക്കാം. കറക്റ്റ് വില്ലേജായിട്ട് സെൻട്രി വന്നാൽ മതിയാണോ നോക്കാം. എന്തായാലും അത് റെഡി ആയില്ല. നമുക്കിനി കിടന്ന് ഉറങ്ങാം. രാത്രിയായി, ഇനി മോബ്സൊക്കെ വരും. വെറുതെ വില്ലേജേഴ്സിനെ പിടിച്ച് തിന്നും. അപ്പോൾ ഈ ഡ്യൂട്ടി ഇവിടെ ട്രാപ്പായിട്ടേക്കുക. നമുക്ക് ഈ നയൻ ഫാമിലേക്ക് കയറ്റാം. ഇതിലാണ് സ്റ്റക്കായിട്ടേക്കുന്നത്. നമുക്കിത് പൊട്ടിച്ചു വിടാം. ബോട്ടിലേക്ക് കയറിക്കോ. അടുത്തുണ്ട് ബോട്ട് വെച്ചാൽ മതി. ഈസിയാണ് വില്ലേജേഴ്സിനെ പിടിക്കാനായിട്ട്. വീട്ടിൽ കയറി പോലെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കയറി. നീ കയറിടൂടെ. അപ്പം അങ്ങോട്ട്. ശരി, കുഴപ്പമില്ല. നമുക്ക് അവിടെ കൊണ്ട് ബോട്ട് വെക്കാം. ഓക്കെ, എല്ലാം സെറ്റ്. ഇവിടെ ബോട്ടും വെച്ച് ഇനി കയറി. പിന്നെ പോയോ? ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? നീ കയറിക്കേ. ഇതിനെ കൊണ്ട് വലിയ ശല്യമായത്. നമുക്ക് ഈ കോട്ടറിൻ്റെ മേലിൽ ബോട്ട് വെക്കാൻ പറ്റും? ഇല്ല, സൈഡിൽ തന്നെ വെക്കാം. ഒന്നുകൂടി ട്രൈ ചെയ്തു. പറഞ്ഞ ആൻസറിന് തീരെ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ബ്ലോക്കൊക്കെ പൊട്ടിച്ചു വിടാം. നിനക്കിനി ജോലിയില്ല. യു ആർ ഡിസ്മിസ്ഡ്. പിണങ്ങി വീട്ടിനകത്തേക്ക് കയറിപ്പോയോ? ഒരു വേറെ കോട്ടർ ഉണ്ടായിരുന്നു. കച്ചറ പിള്ളേരാ, അലമ്പ്. ഇത്രയും അലമ്പ് പിള്ളേരെ എൻ്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ വാതൊക്കെ തന്നെ ഒരു ബോട്ടങ്ങ് വെക്കാം. അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരുമല്ലോടാ. നീ ഇറങ്ങി വരുമ്പോൾ ഇതിനകത്ത് പെടും. ഓക്കെ, അവൻ്റെ കാര്യം വിടാം. ഇനി നമുക്ക് അനുസരണയുള്ള നല്ല വില്ലേജേഴ്സിനൊക്കെ ഫാമിലിക്ക് അങ്ങ് കയറ്റാം. ഓക്കെ, ഐഫാമിൻ്റെ അകത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവൻ ഇതുവരെ ഇതിനകത്തും പെട്ടില്ലേ? ഇവൻ എന്താ ഈ ബോട്ടിൽ കയറാത്തേ? എവിടെ പോയി ഇവൻ? ഇവിടെ ഇല്ലല്ലോ. സൗണ്ടും കേൾക്കണല്ലോ. മായാജാലമായി പോയോ? വീടിനകത്തുണ്ടോ? വീടിനകത്തും ഇല്ലേ? ഈ വില്ലേജർ ഏതോ കുട്ടിച്ചാത്തൻ്റെ ബന്ധുവായിട്ടാണെന്ന് തോന്നുന്നേ. ഇന്ന് ഇപ്പം കാണാണ്ടാവുക, ബോട്ടിൽ കയറാണ്ടിരിക്കുക. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തായാലും നമുക്ക് അകത്ത് കയറ്റാം. അവൻ്റെ കാര്യം വീട്. ഓക്കെ, 3 വില്ലേജേഴ്സായി. ഇനി നമുക്ക് ഒരു സോമിയും കൂടെ കിട്ടിയാൽ മതി. സിമ്പിൾ.
ഓക്കെ, നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ മോബ്സൊക്കെ സ്പോൺ ചെയ്യും. അതിൻ്റെ കൂടെ ഒരു സോംബി ഉണ്ടാവണം. ഓക്കെ, ഒരു സോംബീനെ കിട്ടി. വരൂ മോനെ, അയൺ ഫാമിലിക്ക് ഒരാളെ വേണം. അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാണാനില്ലല്ലോ. ശേ, ഈ മൈൻക്രാഫ്റ്റ് വേൾഡിന് എന്തോ കുഴപ്പമുണ്ട്. ചുമ്മാ നിൽക്കുമ്പോൾ ഓരോന്ന് കാണാണ്ടാവുക. ഓക്കെ, അങ്ങനെ സോംബിനെ കിട്ടി. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ദേവപ്പോട്ട് ഒരു സ്കെൽറ്റ് നിൽപ്പുണ്ട്. അവന് ഒറ്റ അട്ടി വന്നാൽ ഞാനിപ്പോൾ താഴെ കിടക്കും. സോംബി എന്നെ പഞ്ഞിക്ക് വിടും. കയറ് ലാഗടിപ്പിക്കാണ്ട് കയറൂ. ഓക്കെ, എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മുടെ വൈൻ ഫാം എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള ഒരു ലാഭമില്ല. നമുക്ക് പോയിട്ട് കുറച്ച് ലാഭം കണ്ടെത്തണം. അതിന് പോണതിന് മുന്നേ ഞാൻ ഈ ഒരു ലൊക്കേഷൻ സ്ക്രീൻഷോട്ട് എടുക്കും. ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. പിന്നെ ഈ വില്ലേജ് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ഏരിയയിലെങ്കിലും ഒരു ലാഭമാണ് എൻ്റെ 32 റെൻഡർ ഡിസ്റ്റൻസ് ഇട്ടേക്കുക. ഷോ, ഒരു പകൽ മൊത്തം ഞാൻ കറങ്ങി കിടന്നു. അപ്പോൾ ഡേ 3 ആയി. ഡേ 2 അപ്പോൾ നമ്മുടെ സെർച്ച് തുടങ്ങിയതാണ്. കറക്റ്റ് ഡേ അവിടെ ഒരു മറ്റേ എൻ്റെ പേരെന്തുവാന്ന് ഞാൻ പറഞ്ഞു, ബ്ലാക്ക് സ്മിത്തോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കങ്ങനെ നമ്മുടെ ലാവ കിട്ടിയേക്കുവാണ്. അത് പറക്കിയെടുക്കാം. ഓ, ഈ ഒരു ലാവയ്ക്ക് വേണ്ടി നമ്മൾ എന്തോരം അലഞ്ഞു. പിന്നെ ഇവിടെ ചിലപ്പോൾ ഡയമണ്ടൊക്കെ കാണും കേട്ടോ, നമുക്ക് നോക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഓക്കെ, അങ്ങനെ വന്ന് നമ്മൾ അയൺ ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടംപോലെ അയണുണ്ട്. ഞാൻ ഈ കുറച്ച് ആർമറൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ബേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ബേസ് ഉണ്ടാക്കാനുള്ള ഈ ബ്ലോക്ക് ഒന്നും എൻ്റെ കയ്യിലില്ല. നമുക്ക് കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കി ആദ്യം ഈ സ്റ്റോണൊക്കെ എടുത്ത് കത്തിക്കാം. ഇറങ്ങി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അയണിൻ്റെ ടൂളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്ത് ബേസ് ഉണ്ടാക്കാൻ. ഈ വില്ലേജിൽ കുറച്ച് ഹൈറ്റുള്ള സ്ഥലം അവിടെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ബേസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബേസ് ബിൽഡിങ് നമുക്കൊരു ടൈം ലാപ്സ് ആയിട്ട് കാണാം. ഞാൻ വിചാരിച്ചേക്കാളും ഒരുപാട് ബ്ലോക്ക് വേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റ് ബ്ലോക്കൊക്കെ തീർന്നു. പിന്നെ അതിൻ്റെ അയൺ ഫാമിൽ നിന്ന് അയൺ ബ്ലോക്കൊക്കെ എടുത്താണ് ബേസിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക.